വെൽക്കം ബാക്ക് ടു സ്പൈസസ് ആൻഡ് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ നല്ല തട്ടുകട സ്പെഷ്യൽ കപ്പയും മുട്ടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കപ്പ 1 കിലോ എടുത്തിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ വേവിച്ച ശേഷം നമുക്കത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. കപ്പയിലൊരു കട്ട് ഉണ്ടാവുമെന്ന് പറയും. ആ കട്ട് കളയാനായിട്ടാണ് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ച ശേഷം ഈ വെള്ളം മാറ്റി കളയുന്നത്. ഇപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. കപ്പ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. എനിക്കിവിടെ മീഡിയം ഫ്ലെയിമിൽ 4 വിസിലാണ് വേണ്ടി വന്നത്. ഇനി ഞാനിവിടെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. 1 കിലോ കപ്പയ്ക്ക് നിങ്ങൾ ചുരുങ്ങിയതൊരു 5 മുട്ടയെങ്കിലും ചേർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവോളയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു 3-4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കപ്പയായിരുന്നു കേട്ടോ, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കപ്പ വേവിച്ച് വെള്ളമുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടുതൽ ഒഴിച്ചാൽ നമുക്കതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള കട്ട് ചെയ്തെടുത്താണ് ചേർത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമുക്കൊരു മസാല ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ സവോള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഈ സവോള വഴറ്റിയെടുക്കണം. സാധാരണ നമ്മൾ മസാലക്കറിയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ. സവോള ഒരു ഗോൾഡൻ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോകുന്നവരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5-6 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. ഇതിൽ നമ്മൾ കുറച്ചധികം പച്ചമുളക് കൂടുതൽ ചേർക്കണം കേട്ടോ. ഇതിൽ നമ്മൾ ആ പച്ചമുളക് കടിക്കുമ്പോഴുള്ള എരിവും അതുപോലെ തന്നെ ആ പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ കൂടി ചേരുമ്പോഴാണ് ഇതിന് ആ സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത്. അത് കരുതി നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ നിങ്ങൾ 5-6 എണ്ണമൊന്നും ചേർക്കരുത് കേട്ടോ. തട്ടുകടയിൽ നിന്ന് ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, ഇതൊരു അസാധ്യ ഐറ്റമാണ്. കഴിച്ചിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിനൊരു നല്ല ഫ്ലേവർ ആട്ടോ. ഇനി നമുക്കൊരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോകുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം.
നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡർ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കതിലേക്ക് നന്നായിട്ട് പഴുത്ത 1 ടൊമാറ്റോ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കിട്ടുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ടൊമാറ്റോ ഞാനിവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ, കാരണം നമ്മൾ കപ്പയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ കറിയിൽ ഉപ്പ് ചേർക്കാനായിട്ട്. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഈ കപ്പ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവിയൊക്കെ ഈ കപ്പയിൽ ഇറങ്ങിയിട്ട് ഈ മസാല നന്നായിട്ട് കപ്പയിൽ കോട്ട് ചെയ്തിട്ട് വരണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു 4-5 മിനിറ്റ് ഈ ഗ്രേവിയിൽ കപ്പ കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമുക്ക് ഈ ഗ്രേവിയൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം. ഇപ്പോൾ ഇത് ഏകദേശം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്കതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒന്ന് വെന്ത് വരുന്ന വരെ നിങ്ങളിത് ഇളക്കരുത്. ഇതുപോലെ മുട്ട വെന്ത് ആ വൈറ്റ് കളർ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുട്ട എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കപ്പയിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഈ തട്ടുകടയിലൊക്കെ ചെയ്യുന്ന പോലെ ഉടയാത്ത കപ്പയുടെ ചെറിയ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് ഉടച്ചു കൊടുക്കാം. ഗ്ലാസിൻ്റെ ബാക്ക് സൈഡ് അല്ല ഫ്രണ്ട് സൈഡ് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട്. ഈ ഗ്ലാസിൻ്റെ എഡ്ജ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഈ കപ്പയുടെ ഉടയാത്ത പീസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ നമ്മുടെ കപ്പയും മുട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊരു നല്ല ഫ്ലേവർ തരും. 1-2 പച്ചമുളക് അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് സവോള അരിഞ്ഞതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തട്ടുകട സ്പെഷ്യൽ കപ്പയും മുട്ടയും റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് സുലൈമാനിയുടെ കൂടെ ഒരു അസാധ്യ കോമ്പിനേഷനാണ് കേട്ടോ. ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിത് എന്തായാലും ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.